എല്ലാവർക്കും നമസ്കാരം. എഡ്യു പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ മികച്ച അവസരമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ ഇന്ത്യൻ റെയിൽവേ രണ്ട് വ്യത്യസ്ത റിക്രൂട്ട്മെന്റ് വിജ്ഞാപനങ്ങളിലൂടെ ഏകദേശം 7000 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഒന്നാമത്തേത് ടെക്നീഷ്യൻ ഗ്രേഡ് ഫസ്റ്റ് സിഗ്നൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികകളിലേക്കും രണ്ടാമത്തേത് സെക്ഷൻ കൺട്രോളർ എന്ന തസ്തികകളിലേക്കുമാണ്. അതിനാൽ ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ഏതൊക്കെ തസ്തികകളിലേക്കാണ് അപേക്ഷിക്കാനാവുക? ആരൊക്കെയാണ് അപേക്ഷിക്കാൻ അർഹർ? എന്തൊക്കെ വിദ്യാഭ്യാസ യോഗ്യത വേണം? തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? ശമ്പളം എത്രയാണ്? അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്താണ്? എന്നിങ്ങനെ എല്ലാ പ്രധാന വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. ആദ്യം ടെക്നീഷ്യൻ ഗ്രേഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോക്കാം. രാജ്യത്തെ വിവിധ സോണൽ റെയിൽവേസിലും പ്രൊഡക്ഷൻ യൂണിറ്റുകളിലുമായാണ് നിയമനം നടക്കുന്നത്. ആകെ 6557 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡിൽ 2 പ്രധാന വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 3, 2 സിഗ്നൽ വിഭാഗത്തിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1. ടെക്നീഷ്യൻ ഗ്രേഡ് 3യിൽ പ്രധാനപ്പെട്ട ഒഴിവുകൾ ഉള്ളത് ട്രാക്ക് മെഷീൻ ടെക്നീഷ്യൻ, ബ്ലാക്ക് സ്മിത്ത് ടെക്നീഷ്യൻ, ബ്രിഡ്ജ് ടെക്നീഷ്യൻ, കാരിയേജ് ആൻഡ് വാഗൺ ടെക്നീഷ്യൻ, ഡീസൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഡീസൽ മെക്കാനിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, TRS ടെക്നീഷ്യൻ, TRD ടെക്നീഷ്യൻ, EMU ടെക്നീഷ്യൻ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം. സിഗ്നൽ വിഭാഗത്തിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ BSc ബിരുദം ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ ഇല്ലെങ്കിൽ BE, BTech ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3യിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ വിജയിച്ചിരിക്കണം. അതോടൊപ്പം NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് അതായത് CCAA പൂർത്തിയാക്കിയവർ ആയിരിക്കണം. ഇനി സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷകരെ 3 ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുക്കുക. ഒന്നാമത്തേത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് CBT, രണ്ടാമത്തേത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്, അവസാനത്തേത് മെഡിക്കൽ എക്സാമിനേഷൻ. 1.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള CBT പരീക്ഷയ്ക്ക് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്നതാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് ഫസ്റ്റ് സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റുകളിൽ ഓരോന്നിനും ഉള്ള ഒഴിവുകൾ, സാലറി, അപേക്ഷിക്കേണ്ട വിധം തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും തിരുവനന്തപുരത്തെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്കുള്ള ഒഴിവുകളുടെ വിവരങ്ങൾ അറിയാം. സദേൺ റെയിൽവേ, സെൻട്രൽ റെയിൽവേ, വെസ്റ്റ് സെൻട്രൽ റെയിൽവേ തുടങ്ങി റെയിൽവേയുടെ വിവിധ സോണുകളിലാണ് സെക്ഷൻ കൺട്രോളർ ഒഴിവുകൾ ഉള്ളത്. ഓൺലൈൻ വഴിയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അതായത് ആർട്സ്, സയൻസ്, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ ഏത് ഡിഗ്രി ആയാലും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 20 മുതൽ 33 വയസ്സ് വരെയാണ്. റിസർവ്ഡ് കാറ്റഗറികളിൽ ഉള്ളവർക്ക് സർക്കാർ ചട്ടപ്രകാരമുള്ള പ്രായ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. സെക്ഷൻ കൺട്രോളർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ലെവൽ 6 പേ സ്കെയിലായിരിക്കും നിയമിക്കപ്പെടുന്നത്. കൂടാതെ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, ബോണസ് തുടങ്ങിയ മറ്റ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ്. അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുക, തുടർന്ന് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക, പിന്നീട് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക, ശേഷം അപേക്ഷാ ഫീസ് അടയ്ക്കുക, അവസാനമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു കോപ്പി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീസിൽ വെബ്സൈറ്റ് www.rrbapply.gov.in ആണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 29 ആണ്. സെക്ഷൻ കൺട്രോളർ റിക്രൂട്ട്മെന്റിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂലൈ 15 മുതൽ ആണ് ആരംഭിക്കുന്നത്. അവസാനമായി ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് റെയിൽവേയിൽ ഇപ്പോഴുള്ള ഈ 2 റിക്രൂട്ട്മെന്റുകളും മികച്ച അവസരങ്ങളാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും, പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും, കൂടാതെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും അവരവരുടെ യോഗ്യത അനുസരിച്ച്
അപേക്ഷിക്കാവുന്ന ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ റെയിൽവേ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. റെയിൽവേ, PSC, നഴ്സിംഗ്, പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് കോഴ്സസ്, ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ്, ദുബായ്, സൗദി, ജർമ്മനി, മാൾട്ട, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ സ്ഥിരമായി അറിയാനും മെഡിക്കൽ, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഓൺലൈൻ കോഴ്സുകളുടെയും അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെയും വെബ്സൈറ്റിന്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.